രീതിയിൽ തിരിച്ചടിക്കുന്നുണ്ട്. ഗൾഫ് മേഖലയെ ഭീതിയിലാഴ്ത്തി കുവൈറ്റിൽ നിരവധി അമേരിക്കൻ യുദ്ധവിമാനങ്ങളാണ് തകർന്നു വീണത്. വിമാനത്തിലുള്ള സൈനികരെ രക്ഷപ്പെടുത്തിയെന്ന് കുവൈറ്റ് പ്രതിരോധ മന്ത്രാലയം സ്ഥിരീകരിച്ചിട്ടുണ്ട്. ഒരു F-15 വിമാനം തകർന്നു വീഴുന്ന ദൃശ്യം പുറത്തുവന്നു. വിമാനം വെടിവെച്ച് ഇട്ടതാണെന്ന് ഇറാൻ അവകാശപ്പെടുകയും ചെയ്തു. ദൃശ്യങ്ങളിലേക്ക്. ഗൾഫ് രാജ്യങ്ങളിൽ ഇറാന്റെ ആക്രമണത്തിൽ മരണം 6 ആയി ഉയർന്നിട്ടുണ്ട്. ബഹ്റൈനിൽ മിസൈൽ അവശിഷ്ടം വീണ ഇന്ന് ഒരാൾ മരിച്ചു. ഖത്തർ തലസ്ഥാനമായ ദോഹയിലും ഉഗ്ര സ്ഫോടന ശബ്ദം കേട്ടതായിട്ടാണ് റിപ്പോർട്ടുകൾ ഉള്ളത്. ദുബായിലും അബുദാബിയിലും ഇന്നും ആക്രമണം തുടരുന്ന പശ്ചാത്തലമാണ്. വിശദാംശങ്ങളുമായി അനുപമ ശ്രീദേവിയാണ് ചേരുന്നത്. അനുപമ, അല്പം മുമ്പ് ഗൗതം സൂചിപ്പിച്ചതുപോലെ ഇറാൻ വലിയ രീതിയിൽ പ്രത്യാക്രമണം നടത്തുന്നുണ്ട്. അത് ഇസ്രയേലിലേക്കുള്ളതിനെ പറ്റിയൊന്നും അധികം വിവരങ്ങൾ പുറത്തു വരുന്നില്ലെങ്കിലും ഗൾഫ് രാജ്യങ്ങളിൽ വലിയ രീതിയിലുള്ള സ്ഫോടനങ്ങൾ ഉണ്ടാകുന്നുണ്ട്. കനത്ത പുകയടക്കം പലയിടങ്ങളിൽ നിന്നും ഉയരുന്നതും വിമാനങ്ങൾ തകർന്നു വീഴുന്നതും ഒക്കെയാണ് നമ്മൾ കഴിഞ്ഞ മണിക്കൂറുകളിൽ കണ്ടിട്ടുള്ളത്. ഗൾഫ് രാജ്യങ്ങളിലെ സ്ഥിതി നിലവിൽ ഇപ്പോൾ എന്താണ് ഇറാന്റെ ആക്രമണത്തിൽ? സംഗീത, ഈ US സൈനിക താവളങ്ങളുള്ള അറബ് ഗൾഫ് രാജ്യങ്ങളിലെ ലക്ഷ്യമിട്ടുകൊണ്ടുള്ള ആക്രമണം എന്ന രീതിയിലാണ് ആദ്യം ഈ ഇറാന്റെ പ്രത്യാക്രമണം ഉണ്ടായത്. അതായത് പ്രധാനമായിട്ടും ഈ US-ന്റെ സൈനിക താവളങ്ങൾ, ഈ മേഖലകളിലെ US-ന്റെ സൈനിക താവളങ്ങൾ ലക്ഷ്യമിട്ട് മാത്രമായിരിക്കും എന്ന് പറഞ്ഞുകൊണ്ട് ആരംഭിച്ച ഒരു സംഘർഷമാണിത്, ആക്രമണങ്ങളാണിത്. ഈ ഒരു ആക്രമണങ്ങൾ ഒരു ബഹുമുഖ സംഘർഷമായി വളരുന്ന രീതിയിലേക്ക് വലിയ രീതിയിൽ ഇറാൻ പ്രത്യാക്രമണം കടുപ്പിക്കുന്നതാണ് ഇപ്പോൾ കാണുന്നത്. ഏറ്റവും പുതിയ നാശനഷ്ടത്തിന്റെ റിപ്പോർട്ട് എന്ന് പറയുന്നത് തീർച്ചയായും ഈ F-15 വിമാനം തകർന്നു വീഴുന്നത് തന്നെയാണ്. കുവൈറ്റിലാണ് ഈ ഒരു സംഭവം ഉണ്ടായത്. അമേരിക്കയുടെ ഒരു പോർ വിമാനം തകർന്നു വീഴുന്നതിന്റെ ദൃശ്യങ്ങളടക്കം പുറത്തു വന്നിട്ടുണ്ട്. എന്നാൽ ഒന്നിലധികം US പോർ വിമാനങ്ങൾ തകർന്നു വീണിട്ടുണ്ട്. ഇന്ന് രാവിലെ ഉണ്ടായ ആക്രമണത്തിൽ ഒന്നിലധികം US പോർ വിമാനങ്ങൾ തകർന്നു വീണിട്ടുണ്ടെന്നാണ് കുവൈറ്റ് ഇപ്പോൾ സ്ഥിരീകരിക്കുന്നത്. ഇതിലെല്ലാം വൈമാനികർ സുരക്ഷിതരാണെന്നും കുവൈറ്റ് സ്ഥിരീകരിക്കുന്നുണ്ട്. അതുപോലെ തന്നെ കുവൈറ്റിലാണ് US എംബസിക്ക് നേരെ ഒരു ആക്രമണം ഉണ്ടായത്. എംബസിയിൽ ആക്രമണം നടത്തുകയെ തുടർന്ന് എംബസി ഒഴിപ്പിക്കുകയും അടച്ചിടുകയും ചെയ്യുന്നൊരു സാഹചര്യം ഉണ്ടായിരുന്നു. അതുപോലെ തന്നെ മറ്റ് മേഖലകൾ ബഹ്റൈനിലായാലും അതുപോലെ തന്നെ കുവൈറ്റിലെ ദോഹ ഉൾപ്പെടെ പ്രധാനപ്പെട്ട മേഖലകളിലായാലും ഇന്ന് രാവിലെ മുതൽ വലിയ രീതിയിലുള്ള പ്രത്യാക്രമണങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ് ഇറാൻ എന്ന് പറയണം. മറ്റ് ഇസ്രയേലിലെ ജെറുസലേമിലേക്കും മറ്റ് ഹൈഫ അടക്കം പ്രധാനപ്പെട്ട 4 നഗരങ്ങളിലേക്കുമുള്ള ആക്രമണം പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇതിന് സമാന്തരമായിട്ടാണ് ഗൾഫ് മേഖലയിൽ പ്രധാനമായിട്ടും ഇങ്ങനെയുള്ള ആക്രമണങ്ങൾ പുരോഗമിക്കുന്നത്. ഇതിനൊരു മുന്നറിയിപ്പ് എന്ന രീതിയിൽ GCC യോഗം ചേർന്ന് ആദ്യം ഒരു മുന്നറിയിപ്പ് ഇറാന് നൽകിയിരുന്നു. ഇങ്ങനെയുള്ള പ്രത്യാക്രമണം എന്ന രീതിയിൽ പ്രതികാര നടപടികൾ തുടരുകയാണെങ്കിൽ തിരിച്ചടിക്കേണ്ടി വരുമെന്നും സ്വയം പ്രതിരോധത്തിനുള്ള അവകാശം തങ്ങൾക്കുണ്ടെന്നുള്ള രീതിയിൽ ഒരു അടിയന്തര യോഗം ചേർന്നൊരു പ്രസ്താവന ഇറക്കുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. അതുപോലെ തന്നെ അതിനുശേഷം അമേരിക്കയുമായി ചേർന്ന ഒരു സംയുക്ത പ്രസ്താവനയിലേക്ക് നീങ്ങുന്ന ഒരവസ്ഥയുണ്ടായിരുന്നു. അതിൽ ജോർദാനും ഇറാഖും ഉൾപ്പെടുന്ന മറ്റ് പശ്ചിമേഷ്യയിലെ രാജ്യങ്ങളും എല്ലാം ചേർന്നാണ്, ഗൾഫ് രാജ്യങ്ങളും ചേർന്ന് ഒരു സംയുക്ത പ്രസ്താവന ഇറക്കുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. അതും ഇറാനുള്ള മുന്നറിയിപ്പ് ആവർത്തിക്കുന്ന രീതിയിലായിരുന്നു. ഈ ആക്രമണം ഇനി ഉണ്ടാകരുത്, അങ്ങനെ വന്നാൽ തിരിച്ചടിക്കേണ്ടി വരുമെന്നുള്ള രീതിയിൽ ഒരു പ്രതികരണം നടത്തിയിരുന്നു. ഈ വലിയ രീതിയിലാണ് ഈ ഒരു ആക്രമണം പശ്ചിമേഷ്യയെ അല്ലെങ്കിൽ ഗൾഫ് മേഖലയെ ബാധിച്ചിരിക്കുന്നതെന്ന് പറയണം. അതായത് ദുബായിലെ ആക്രമണങ്ങളെ തുടർന്ന് ഈ ദുബായ് ഇന്റർനാഷണൽ അടക്കം പ്രധാനപ്പെട്ട വിമാനത്താവളങ്ങളുടെ പ്രവർത്തനം തടസ്സപ്പെടുന്ന സാഹചര്യമുണ്ടായി. ഈ എമിറേറ്റ്സും അതുപോലെ അടക്കമുള്ള പ്രധാനപ്പെട്ട വിമാന സർവീസുകളെല്ലാം സർവീസ് ക്യാൻസൽ ചെയ്യുന്ന ഒരു അവസ്ഥയുണ്ടായിരുന്നു. അതുപോലെ തന്നെ പ്രധാനപ്പെട്ട എംബസികൾ അടച്ചുപൂട്ടുകയും ഉദ്യോഗസ്ഥരെ തിരിച്ചു വിളിക്കുകയും ചെയ്യുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. ഇതുപോലെ വലിയ രീതിയിൽ ഒരു ഗൾഫ് മേഖലയിലേക്ക് ഈ സംഘർഷം വ്യാപിപ്പിക്കുകയാണ്. വലിയ രീതിയിൽ ഇപ്പോൾ ദുബായ് പുറപ്പെടുവിച്ചിരിക്കുന്ന ഏറ്റവും പുതിയ നിർദ്ദേശം എന്താണെന്ന് വെച്ചാൽ ഈ വിനോദസഞ്ചാര മേഖലകളിൽ പ്രധാനപ്പെട്ട ഹോട്ടലുകളിലേക്കുള്ള വിനോദസഞ്ചാരികളുടെ പ്രവേശനത്തെ നിയന്ത്രിക്കണമെന്ന രീതിയിലാണ്. കാരണം കൂടുതൽ ജനവാസ മേഖലകളിലേക്ക് ഒരു സമ്മർദ്ദത്തിന്റെ ഭാഗമായി ഇറാൻ ആക്രമണം നടത്താനുള്ള സാധ്യതയുണ്ടെന്ന് കണക്കാക്കിക്കൊണ്ട് കൂടുതൽ തിരക്കേറിയ അല്ലെങ്കിൽ ആഡംബര ഹോട്ടലുകളടക്കമുള്ള മേഖലകളിലേക്ക് യാത്രികരുടെ പ്രവേശനം നിയന്ത്രിച്ചുകൊണ്ടും ഇപ്പോൾ ദുബായ് ഒരു പുതിയ മുന്നറിയിപ്പ് പുറപ്പെടുവിച്ചിട്ടുണ്ട്. ഈ ഒരു നിലയ്ക്കാണ് ഇപ്പോൾ സംഘർഷം ഒരു ബഹുമുഖ സംഘർഷമായി മാറുന്ന രീതിയിലേക്കാണ് സംഘർഷം പുരോഗമിക്കുന്നത്. എന്നാൽ വലിയ രീതിയിൽ ആശങ്കയുടെ സാഹചര്യമില്ല എന്ന് പറയണം. പ്രവാസികൾ ഉൾപ്പെടെയുള്ള ജനസമൂഹത്തിന് വേണ്ടി പറയണം. കാരണം ഇതുവരെ 6 പേരാണ് ഈ ഗൾഫ് മേഖലയിലായിട്ട് മരണപ്പെട്ടിട്ടുള്ളത്. 3 US സൈനികരും ഈ കുവൈറ്റിലെ ഒരു US സൈനിക താവളത്തിലെ ആക്രമണത്തിൽ കൊല്ലപ്പെട്ടിട്ടുണ്ട്. വലിയ രീതിയിലുള്ള ആശങ്കയുടെ സാഹചര്യമില്ലെങ്കിലും ജാഗ്രത പാലിക്കണം. പരമാവധി ജാഗ്രത പാലിക്കണം. കാരണം വലിയ രീതിയിൽ അങ്ങനെ വ്യാപിക്കുന്ന രീതിയിൽ ഗൾഫ് മേഖലകളിൽ എല്ലായിടങ്ങളിലും സ്ഫോടനങ്ങൾ നടക്കുന്നുണ്ട്.